വലിയ ആത്മീയ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ് 3 നോയമ്പിന് ശേഷം വരുന്ന വലിയ നോമ്പിലേക്കുള്ള പ്രവേശനം. പെസഹ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരുക്കവും അതിൻ്റെ അവസാനത്തിൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ ഒരുക്കവും ഈ ദിവസങ്ങളിൽ ലോകമാസകലമുള്ള ക്രിസ്തീയ വിശ്വാസികൾ നടത്തുന്നു. അതിനാൽ പൗരസ്ത്യ സഭകളിൽ ഞായറാഴ്ച സന്ധ്യയോടുകൂടെ അനുരഞ്ജന ശുശ്രൂഷ അഥവാ ശുഭക്കോനോ നടത്തി നോമ്പിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നോമ്പ് എന്ന് പറയുന്നത് ഒരു ഗുരുവാണ്. ആരാണ് ഗുരു? ജീവിതത്തിൽ ഇരുൾ വീഴുമ്പോൾ വെളിച്ചം പരത്തുന്നവരായിരിക്കണം. ഒരു അഗ്നിസ്നാനമാണ്. പാലിക്കേണ്ട ചില നിയമങ്ങളാണ്. വിശ്വാസം തിരികെ പിടിക്കുവാനുള്ളതാണ്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഒരു കണ്ണുണ്ടാകണം, വെളിച്ചത്തിൻ്റെ ഒരു കണ്ണുണ്ടാകണം. നമ്മൾ സുഗന്ധമുള്ളവരായിരിക്കണം. നോമ്പ് സുഗന്ധമുള്ളതായിരിക്കണം. രണ്ടാമതായി, നോമ്പ് വസന്തകാലമാണ്. വൃക്ഷങ്ങൾ കായ്കനികൾ പുറപ്പെടുവിക്കുന്നു. നോയമ്പ് നമ്മൾ മാലാഖമാരാകണം. തിരുവചന വായനയിലൂടെ യേശു നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, മനുഷ്യൻ മൺപാത്രത്തിലെ നിക്ഷേപമാണ്. മനുഷ്യന് സ്വർഗാത്മതയുണ്ട്, കരുതൽ. മനുഷ്യന് കരുതലുണ്ട്, എന്നാൽ ജന്തുക്കൾക്ക് അതില്ല. വരാനിരിക്കുന്ന ശീതകാലത്തെ വറുതിയെ അതിജീവിക്കാൻ വസന്തകാലം മുതലേ ദൈവം കൊടുത്തിരിക്കുന്ന സ്വാഭാവിക പ്രേരണയാൽ ഭക്ഷണം ശേഖരിക്കുന്ന ബുദ്ധിയുള്ള ജീവികളെ പോലെ ജ്ഞാനിയായ വിശ്വാസി എല്ലാ വർഷവും നോമ്പിലൂടെ ആ വർഷത്തേക്ക് ആവശ്യമായ ആത്മീയ ഫലങ്ങൾ സമ്പാദിക്കുന്നു. അനുതാപത്തിലുള്ള ആത്മീയ തീർത്ഥാടനത്തിനുള്ള അവസരമാണ് വലിയ നോമ്പ്. അടിമപ്പെടുത്തുന്ന എല്ലാ ഭൗതിക പ്രവണതകളിൽ നിന്ന് ഒഴുക്കിനെതിരെ നീന്തുന്നവൻ്റെ മനോഭാവത്തോടെയുള്ള ആത്മീയ തീർത്ഥാടനമാണിത്. മറ്റുള്ള വഴികളിൽ നിന്നും മാറി യേശുവാകുന്ന വഴിയിലൂടെയുള്ള നടത്തം മാനസാന്തരത്തിൻ്റെ ഫലമായി നമ്മിലുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സ്നാപകനും യേശുവും മാനസാന്തരത്തിനുള്ള ആഹ്വാനവുമായി തങ്ങളുടെ പരസ്യ ജീവിതം ആരംഭിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 50 നോയമ്പ് ഒരു മരുഭൂപ്രയാണമാണ്. മൂന്നാമതായി, സഹനം ഉള്ളവരായിരിക്കണം, ഒളിച്ചോടുന്നവരാകരുത്. കന്യക മറിയാം സഹനങ്ങളുടെ അമ്മയായിരുന്നു. സ്വയം വിനയപ്പെടാൻ തയ്യാറാകണം. നല്ല കാഴ്ചയുള്ളവരായിരിക്കണം. മഹത്വത്തിൻ്റെ വസ്ത്രം എങ്കിലേ ധരിക്കുവാൻ നമ്മൾക്ക് പറ്റൂ. നോമ്പിൽ ഇടുക്കങ്ങളെ തിരിച്ചറിയണം. യോർദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം താഴേക്ക് ഒഴുകുക. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് താഴേക്കിറങ്ങാൻ രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. ക്രൂശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നമ്മൾ ഗോൽഗോഥ മുത്തിപ്പോകുമ്പോൾ അലക്ഷ്യമായ രീതിയിൽ പോകരുത്. കുരിശിൻ്റെ ചുവടിൽ ദൈവമാതാവ് ഇരിപ്പുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ക്രിസ്തുവിനെ കൂടെ കൊണ്ട് നടക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഉയർപ്പ് ദിവസം അതിനു ഇടയാകണം. ഈ ഉയർപ്പ് ദിവസം അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.